രാവിലത്തെ പണിക്കുള്ള തയ്യാറെടുപ്പാണ്. എന്തായാലും ഇനി വെയിറ്റിങ്. മേഡവും കുഞ്ഞും വരണം, കൊണ്ടാക്കണം, അടുത്ത പണി എന്താണെന്ന് നോക്കണം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നേരെ ഒരു ഫലാഫിൽ കഴിക്കാനുള്ള മൈൻഡ്. കാരണം അതിന് മുമ്പ് ഒരു പൊറോട്ട മേടിക്കാനായിരുന്നു. പൊറോട്ട മേടിക്കാൻ മേഡം ഓഫീസിലല്ല പോകുന്നത്, വേറൊരു ഓഫീസിലായതുകൊണ്ട് പൊറോട്ട മേടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരു ഫലാഫിൽ എന്താവട്ടെ, വേറൊരു തൊട്ടപ്പുറത്ത് ഇക്കായി കൂടി പൊറോട്ട മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഇക്കായി കൂടി എനിക്കൂടി ഒരു ഫലാഫിലങ്ങ് മേടിച്ചു. അതിൽ ചായ ഇട്ട് നേരെ നൈസിനെ കഴിച്ചു. സെറ്റ് സാധനം നടക്കും. എന്തായാലും ഇങ്ങനത്തെ ഉള്ളൊക്കെ വീഡിയോകൾ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു മനസ്സിനൊരു സുഖം ഒക്കെ ഓർത്തിട്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. നമുക്ക് സമയം പോകുമല്ലോ, പിന്നെ സമയം കിട്ടാറില്ല, ഇത് വേറൊരു കാര്യം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി അടുത്ത ഡ്യൂട്ടിയുടെ ടൈം. ഇനി മേഡത്തിനെ കൊണ്ടുവിടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. മേഡത്തിനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിക്കാണ് എനിക്ക് അടുത്തൊരു പണി കിട്ടിയത്, വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയത്. അതെന്തായാലും ഈ വീട്ടിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ നേരെ മേഡത്തിനെ കൊണ്ട് ഓൾറെഡി വിട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. നമ്മുടെ ഓരോ വണ്ടികളിൽ നിന്ന് കല്ലടിച്ചാണ് സംഭവം. അത് എന്തായാലും വല്ലാത്തൊരു അവസ്ഥ കിട്ടി. തപ്പിയിട്ട് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല, ഞാൻ മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു സംഭവമല്ല. കാരണം വളരെയധികം പെതുക്കെ തന്നെയാണ് ഓടിക്കുന്നത്. കാരണം ഇവിടുത്തെ റൂൾസൊക്കെ നോക്കി നമ്മൾ വണ്ടി ഓടിക്കുന്നത്. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1.5 പണിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് അറിയത്തില്ല. പൈസ നമുക്ക് ഫൈനും മറ്റുള്ള കാര്യങ്ങളും വന്ന് പോയത് കൊണ്ടും അതുകൊണ്ട് നമ്മൾ പേടിയുണ്ട് ഒരുപാട് ഈ കാര്യത്തിൽ. കല്ലടിച്ചാണ് കണ്ടത്. വേറെ സൈഡിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വണ്ടിയുടെ. മറ്റേ എന്താണ് ടയറിൻ്റെ ഇടയ്ക്ക് വന്ന കല്ല് കൊണ്ടയാണ്. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി. നേരെ മേഡത്തിനെ വിളിക്കാൻ വേണ്ടിയാണ് അടുത്ത വെയിറ്റിംഗ് ആണ്. അതിനിടയ്ക്ക് എന്തായാലും ഒരു ബായിയെ കാണുന്നുണ്ട്. ബായിക്ക് ഒരു ഹായും പറഞ്ഞ് നേരെ ഇനി അടുത്തൊരു പരിപാടിയിലേക്ക്. അതെല്ലാം കഴിഞ്ഞു കേട്ടോ, അതെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടി പോയതല്ല. സുവേദിയിൽ ഓട്ടം വന്നപ്പോഴത്തേനും സുവേദിയിൽ നമ്മുടെ ചെറുക്കൻ്റെ റൂം അവിടെ തന്നെ നമ്മുടെ അയൽവാസി ആയിരുന്നു. അവൻ്റെ ബ്രോസ്റ്റഡ് കഴിക്കാൻ കരുതി. എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് ബ്രോസ്റ്റഡ് കഴിക്കുന്നത്. ബ്രോസ്റ്റഡ് മേടിച്ച് കഴിച്ചു. നേരെ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സുവേദി നേരെ റൂമിൽ പോവുക, കിടന്നുറങ്ങുക. അടുത്ത പണി എന്താ വെച്ചാൽ അടുത്ത ദിവസം നോക്കുക. ഓക്കെ ബൈ. എല്ലാവർക്കും നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് വരാം.